സെവാർഡിൻ്റെ ഡയറി സെപ്റ്റംബർ 13. ഞാൻ ചെന്നപ്പോഴേക്കും വാൻ ഹെൽസിംഗ് തയ്യാറായി കഴിഞ്ഞിരുന്നു. വണ്ടി തയ്യാറായി. പ്രൊഫസർ തൻ്റെ ബാഗുമെടുത്ത് പുറപ്പെട്ടു. ഞാനെല്ലാം കൃത്യമായി കുറിക്കട്ടെ. വാൻ ഹെൽസിംഗും ഞാനും കൃത്യം 8 മണിക്ക് ഹില്ലിംഗ്ഹാമിലെത്തി. സമ്മോഹനമായ പ്രഭാതം. ശരൽക്കാല സൗഭാഗ്യം കണ്ടാൽ പ്രകൃതി തൻ്റെ വർഷാന്ത ജോലി സമാപിച്ചു വെച്ച പോലെ തോന്നും. ഇലകൾ പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു, എങ്കിലും കൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ അമ്മയെയാണ് ആദ്യം കണ്ടത്. അവരെപ്പോഴും നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഞങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, ലൂസിക്ക് വളരെയധികം സുഖമുണ്ട്. കൊച്ചു പെണ്ണ് ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. ഞാൻ അവളുടെ മുറിയിലേക്കൊന്ന് എത്തി നോക്കി. പക്ഷേ ഉപദ്രവമാകണ്ട എന്ന് കരുതി അകത്തേക്ക് കടന്നില്ല. പ്രൊഫസർ മന്ദഹസിച്ചു. അദ്ദേഹം വളരെ ഉല്ലാസവാനായി കാണപ്പെട്ടു. കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആഹാ, ഞാൻ രോഗമെന്താണെന്ന് കണ്ടുപിടിച്ചുവെന്ന് തോന്നുന്നു. എൻ്റെ ചികിത്സ ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഡോക്ടർ, അത് മുഴുവൻ സ്വന്തം പ്രവൃത്തിയുടെ ഫലമാണെന്ന് അഭിമാനിക്കേണ്ട. ഇന്ന് കാലത്തെ ലൂസിയുടെ സ്ഥിതിക്ക് ഞാനും കൂടി കാരണക്കാരിയാണ്. എങ്ങനെയെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രൊഫസർ ചോദിച്ചു. രാത്രി ഞാൻ അവളുടെ കാര്യമോർത്ത് വിഷമിക്കുകയായിരുന്നു. ഒരിക്കൽ ഞാൻ അവളുടെ മുറിയിലേക്ക് ചെന്നു. അവൾ ഗാഢനിദ്രയിലായിരുന്നു. ഞാൻ കടന്നു ചെന്നതുപോലും അവൾ അറിഞ്ഞില്ല. പക്ഷേ മുറിയിൽ വല്ലാതെ വീർപ്പ് മുട്ടുന്നതായി തോന്നി. തീക്ഷ്ണഗന്ധമുള്ള ഒരുതരം നശിച്ച പൂക്കൾ മുറിയിലെങ്ങും വിതറിയിട്ടിരുന്നു. അവളുടെ കഴുത്തിൽ തന്നെ ആ കുല പൂക്കൾ കിടന്നിരുന്നു. ദേഹം അത്യധികം ക്ഷീണിച്ചിട്ടുള്ള അവളെ ആ ദുർഗന്ധം വല്ലാതെ വിഷമിപ്പിച്ചേക്കുമെന്ന് ഭയന്ന് ഞാനതെല്ലാം വലിച്ചു പറിച്ച് പുറത്തിട്ടു. ജനലും വാതിലുമൊക്കെ കൊട്ടിയടച്ചിട്ട് മുറിയാകെ വിങ്ങുകയായിരുന്നു. ശുദ്ധവായു അകത്ത് കടക്കുന്നതിനായി ഞാൻ ജനലും അല്പം തുറന്നിട്ടു. ഇപ്പോൾ അവൾ സുഖമായി ഉറങ്ങുകയായിരിക്കും, യാതൊരു സംശയവുമില്ല. ലൂസിയുടെ അമ്മ തൻ്റെ മുറിയിലേക്ക് പോയി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രൊഫസറുടെ മുഖം ശ്രദ്ധിച്ചു. അത് വെണ്ണീർ പോലെ വിളറിപ്പോയി. ആ വൃദ്ധയുടെ മുമ്പിൽ വെച്ച് സ്വയം നിയന്ത്രിക്കാൻ അദ്ദേഹം പണിപ്പെട്ടു. അവർക്ക് കടന്നു പോകാനായി അദ്ദേഹം മുറിയുടെ വാതിൽ തുറന്നു കൊടുക്കുക പോലും ചെയ്തു. പക്ഷേ അവർ മറഞ്ഞയുടനെ അദ്ദേഹം എന്നെ ശക്തിയായി പിടിച്ചു വലിച്ചു. ഭക്ഷണമുറിയിലേക്ക് കടന്ന് വാതിലടച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി പ്രൊഫസർ വാൻ ഹെൽസിംഗ് സ്വയം നിയന്ത്രണാതീതനാകുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം നിരാശാഭരിതനായി തൻ്റെ കൈകൾ തലയ്ക്കുമേലെ ഉയർത്തിപ്പിടിച്ചു. നിസ്സഹായനായി കൈപ്പടങ്ങൾ കൂട്ടിയിടിച്ചു. ഒടുവിൽ സ്വയം ഒരു കസേരയിലേക്ക് ചാഞ്ഞ് മുഖം വരണ്ട തേങ്ങൽ. അവ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്ന് തന്നെ പുറപ്പെടുന്നതായി തോന്നി. പിന്നീട് അദ്ദേഹം ഈ അനന്തമായ പ്രപഞ്ചശക്തികളോടൊന്നാകെ അകം നൊന്ത് പ്രാർത്ഥിക്കുന്നത് പോലെ വീണ്ടും കൈയുയർത്തി. ദൈവമേ, ദൈവമേ, അദ്ദേഹം വിലപിച്ചു. നമ്മൾ എന്താണ് ചെയ്തത്? ഈ സാധു സ്ത്രീ എന്താണ് ചെയ്തത്? നമ്മുടെ ദുർവിധി ഇനിയും അവസാനിച്ചില്ലേ? ഈ വിധത്തിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൂർവികന്മാരുടെ ശാപം മൂലമാകുമോ? ഈ സ്നേഹമയിയായ അമ്മ യാതൊന്നും അറിയാതെ എല്ലാം നന്മയ്ക്കാണെന്ന് ധരിച്ച് എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു. ഹോ, ഇതിൽ അവരുടെ പ്രിയപ്പെട്ട മകളുടെ ദേഹവും ആത്മാവ് തന്നെയും നഷ്ടപ്പെട്ടേക്കും. എന്നിട്ടും നമുക്ക് അവരോട് യാതൊന്നും പറയാൻ നിവൃത്തിയില്ല. മുന്നറിവ് കൊടുക്കാൻ പോലും വയ്യ. ഒരുപക്ഷെ അത്രയും കൊണ്ട് തന്നെ അവർ മരിച്ചുപോയേക്കും. ഓ, നമ്മൾ എന്തുമാത്രം ശപിക്കപ്പെട്ടവരാണ്. ഈ പിശാചുകളുടെ എല്ലാ ശക്തിയും നമ്മുടെ നേരെ തന്നെയാണ്. അദ്ദേഹം പെട്ടെന്ന് ചാടി എണീറ്റു. വരൂ, അദ്ദേഹം തുടർന്നു. നമുക്ക് പോയി നോക്കുക. വെറുതെ ഇരുന്നാൽ പറ്റില്ല. പിശാചു വരട്ടെ, വരാതിരിക്കട്ടെ. അല്ലെങ്കിൽ എല്ലാ പിശാചുകളും ഒരുമിച്ച് വരട്ടെ. സാരമില്ല, നമുക്ക് നേരിടാം. തൻ്റെ ബാഗ് എടുക്കാനായി അദ്ദേഹം ഹാളിലേക്ക് പോയി. തിരിച്ചു വന്ന് ഞങ്ങൾ ഇരുവരും കൂടെ ലൂസിയുടെ മുറിയിലേക്ക് ചെന്നു. ഒരിക്കൽ കൂടി ഞാൻ ജാലകവാതിൽ തുറന്നു. വാൻ ഹെൽസിംഗ് കിടക്കയുടെ അരികിലേക്ക് ചെന്നു. ആ പെൺകിടാവിൻ്റെ മുഖം മുമ്പത്തെ പോലെ തന്നെ വിളറി മെഴുകുപോലെ വെളുത്ത് ഭീതിതമായി കണ്ടപ്പോൾ ഇത്തവണ അദ്ദേഹം പരിഭ്രമിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അപാരമായ അനുകമ്പയും അഗാധമായ വ്യസനവും മാത്രമേ നിഴലിച്ചു കണ്ടുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നിരാശാഭരിതനായി അദ്ദേഹം പിറുപിറുത്തു. യാതൊന്നും പറയാതെ അദ്ദേഹം പോയി വാതിലടച്ച് തഴുതിട്ടു. തിരികെ വന്ന് മേശപ്പുറത്ത് വീണ്ടും ഒരു രക്തസംക്രമണത്തിലുള്ള ഉപകരണങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. എനിക്ക് മുമ്പ് തന്നെ ആവശ്യം മനസ്സിലായിരുന്നു. ഞാൻ കോട്ടഴിച്ചു മാറ്റാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം കൈയുയർത്തി എന്നെ വിലക്കി. അരുത്, അദ്ദേഹം പറഞ്ഞു. ഇന്ന് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, രക്തം ഞാൻ നൽകാം.
നിങ്ങൾ ഇതിനകം തന്നെ ക്ഷീണിച്ചിരിക്കുന്നു. പറഞ്ഞു തീരും മുമ്പ് അദ്ദേഹം തൻ്റെ കോട്ടഴിച്ചു മാറ്റി ഷർട്ടിൻ്റെ കൈ ചുരുട്ടി കയറ്റുകയും ചെയ്തു. വീണ്ടും ഒരു രക്തസംക്രമണം. ഉറക്കമരുന്നു പ്രയോഗം. വീണ്ടും അവളുടെ വിളറിയ കവിളിൽ ജീവസ്ഫുരണം. ആ ശ്വാസോച്ഛ്വാസം സജീവമാകാൻ തുടങ്ങി. പ്രൊഫസർ വാൻ ഹെൽസിംഗ് എണീറ്റ് വിശ്രമിക്കാനായി പോയി. ഞാൻ ലൂസിയെ പരിചരിച്ചു. സംസാരിച്ചു വന്നതിനിടയിൽ അദ്ദേഹം ലൂസിയുടെ അമ്മയോട് അവളുടെ മുറിയിൽ നിന്ന് തൻ്റെ സമ്മതമില്ലാതെ യാതൊന്നും നീക്കം ചെയ്യരുതെന്ന് പറഞ്ഞു. ആ പുഷ്പങ്ങൾക്ക് മരുന്നിൻ്റെ ശക്തിയുണ്ടെന്നും അതിൻ്റെ ഗന്ധം ശ്വസിക്കുന്നത് ചികിത്സയുടെ ഒരു ഭാഗമാണെന്നും അദ്ദേഹം അവരെ പറഞ്ഞ് ധരിപ്പിച്ചു. താൻ തന്നെ അന്നും പിറ്റേന്നും കാവലിരുന്നു കൊള്ളാമെന്ന് അദ്ദേഹം ഏറ്റു. ഞാൻ എപ്പോൾ ചെല്ലണമെന്ന് എന്നെ അറിയിക്കാമെന്നും പറഞ്ഞു. 1 മണിക്കൂറിന് ശേഷം ചൈതന്യവതിയായി ലൂസി ഉറക്കത്തിൽ നിന്നും ഉണർന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ഞാൻ ശങ്കിക്കാൻ തുടങ്ങുകയാണ്. ഭ്രാന്തന്മാരുടെ ഇടയിലുള്ള എൻ്റെ ചിരകാല ജീവിതം എൻ്റെ മസ്തിഷ്കത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുമോ? ലൂസിയുടെ ഡയറി, സെപ്റ്റംബർ 17. പ്രശാന്തമായ 4 രാവും പകലും കടന്നുപോയി. ഈയിടെയായി ഞാൻ ഏറ്റവും ആരോഗ്യവതിയായി തീർന്നിരിക്കുന്നു. ഇത് അതിദീർഘമായ ഒരു ദുസ്വപ്ന മേഖലയിൽ നിന്ന് സ്വയം ഉണർന്ന് കുളിരിളം തെന്നലൊഴുകുന്ന പ്രഭാത സൗന്ദര്യം വീണ്ടും നുകരുന്നതുപോലെയുണ്ട്. ഭീതിതവും അജ്ഞാതവുമായ എന്തോ ഒരു നേരിയ ഓർമ്മയുടെ ഛായ എന്നിൽ ഉണരുന്നു. ആ നിരാശയുടെ നിതാന്താന്ധകാരത്തിൽ പ്രതീക്ഷയുടെ ഒരു നേരിയ കിരണം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മുങ്ങൽ വിദഗ്ധൻ പാരാവാരത്തിൻ്റെ അഗാധ ഹ്രദത്തിൽ നിന്ന് കുതിച്ചുയർന്നു വരുന്നതുപോലെ ഞാൻ ഈ ചൈതന്യവത്തായ ജീവിതത്തിലേക്ക് വീണ്ടും ഉയർന്നു വന്നതുപോലെ തോന്നുന്നു. ഏതായാലും പ്രൊഫസർ വാൻ ഹെൽസിംഗ് എൻ്റെ അരികിലിരിക്കാൻ തുടങ്ങിയതു മുതൽക്ക് എല്ലാ ദുസ്വപ്നങ്ങളും എങ്ങോ മാഞ്ഞുപോയിരിക്കുകയാണ്. എന്നെ ഭയചകിതയാക്കിക്കൊണ്ടിരുന്ന ശബ്ദ കോലാഹലങ്ങളെല്ലാം, ജനലിനുമേലുള്ള ചിറകടികൾ, എൻ്റെ എത്രയും അരികെ നിന്നെന്ന പോലെ കേൾക്കപ്പെടുന്ന വിദൂര സ്വരങ്ങൾ, എനിക്ക് അജ്ഞാതമായ ഏതോ അനന്തതയിൽ നിന്ന് വന്നെത്തി എന്തിനെന്നറിയാതെ എന്നോട് ആരോ ഉരത്ത സ്വരത്തിൽ ആജ്ഞാപിക്കുന്നതിൻ്റെ ഭീകരധ്വനികൾ എല്ലാം തന്നെ ഇപ്പോൾ നിലച്ചിരിക്കുന്നു. ഭയത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ ഞാനിപ്പോൾ ഉറങ്ങാറുണ്ട്. ഉറക്കം വരാതിരിക്കാൻ ശ്രമിക്കാറേയില്ല. വെള്ളുള്ളിപ്പൂക്കൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളാണ്. അവ ഓരോ പെട്ടി നിറയെ ഇപ്പോൾ നിത്യേന ഹാർലമിൽ നിന്ന് വരുന്നു. ഇന്ന് രാത്രി ആംസ്റ്റർഡാമിലെന്തോ അടിയന്തര ജോലിയുള്ളതുകൊണ്ട് പ്രൊഫസർ വാൻ ഹെൽസിംഗ് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ആരും എനിക്ക് കാവലിരിക്കുകയൊന്നും വേണ്ട. ഞാൻ തനിച്ച് കിടക്കാൻ തക്കവണ്ണം ആരോഗ്യവതിയായിരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി, സ്നേഹസമ്പന്നനായ ആർദ്രക്ക് വേണ്ടി, എന്നെ എത്രയും അധികം ഇഷ്ടപ്പെടുന്ന മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ യാതൊരു മാറ്റവും വന്നതായി എനിക്ക് അനുഭവപ്പെടുകയില്ല. കാരണം ഇന്നലെ രാത്രി പ്രൊഫസർ ഒരു സോഫയിൽ കിടന്ന് വളരെ നേരം ഉറങ്ങുകയുണ്ടായി. ഞാൻ 2 തവണ ഉണർന്നപ്പോഴും അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. മരച്ചില്ലകളോ കടവാതിലുകളോ എന്തോ ജനലിന്മേൽ രോഷത്തോടെ അടിച്ചുകൊണ്ടിരുന്നു. എങ്കിലും വീണ്ടും കിടന്നുറങ്ങാൻ എനിക്ക് യാതൊരു ഭയവും തോന്നിയില്ല. ഒരു പത്ര റിപ്പോർട്ട്. മൃഗസംരക്ഷണശാലയിലെ മേധാവിയുമായൊരു അഭിമുഖ സംഭാഷണം. പെൽമെൽ ഗസറ്റ്, സെപ്റ്റംബർ 18. വളരെയധികം വിഷമങ്ങൾ സഹിച്ചാണ് ഞാൻ മൃഗസംരക്ഷണശാലയിലെ ചെന്നായ്ക്കളെ സൂക്ഷിക്കുന്ന വിഭാഗത്തിൻ്റെ മേധാവിയെ കണ്ടെത്തിയത്. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം ചായ കഴിക്കാനിരിക്കുകയായിരുന്നു. അത് കഴിയുന്നതുവരെ അദ്ദേഹം യാതൊന്നിനെപ്പറ്റിയും സംസാരിച്ചില്ല. മേശയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൈപ്പ് കത്തിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഔദ്യോഗിക വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാറില്ല. എൻ്റെ സംരക്ഷണത്തിലുള്ള ചെന്നായ്ക്കൾക്കും കുറുനരികൾക്കും എല്ലാം തന്നെ തീറ്റി കൊടുത്തതിന് ശേഷമേ ഞാൻ അവയെ ചോദ്യം ചെയ്യാറുള്ളൂ. ചോദ്യം ചെയ്യുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചു. വടി കൊണ്ട് തലക്കടിക്കും, ചെവി പിടിച്ചു വലിക്കും. അങ്ങനെ പലതരം വഴികളുണ്ട്. തത്വചിന്താപരമായ ഗാംഭീര്യത്തോടെ അദ്ദേഹം തുടർന്നു. ഈ മൃഗങ്ങളിലും നമ്മളെപ്പോലുള്ള ചില പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെയുണ്ട്. ഇവിടെ ഇതാ നിങ്ങൾ കയറി വന്ന് എൻ്റെ ഔദ്യോഗിക കാര്യങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യം ഞാൻ നിങ്ങളോട് കടന്നു പോകാൻ പറഞ്ഞില്ലേ? ഉവ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്നെപ്പറ്റി പത്രത്തിൽ എഴുതുമെന്ന്. അതെൻ്റെ തലക്കടിക്കുന്നത് പോലെ തന്നെയാണ്. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ വയർ നിറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ കൊണ്ട് എൻ്റെ ചെവി പിടിച്ചു വലിക്കാം. ഞാനൊന്ന് ഞരങ്ങുക പോലുമില്ല. ചോദിച്ചോളൂ. നിങ്ങൾ എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. കൂട്ടിൽ നിന്ന് പുറത്തു ചാടിയ ചെന്നായെപ്പറ്റി ചോദിക്കാനല്ലേ? അത് തന്നെ. എനിക്കതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്.
അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയൂ. അതിൻ്റെ കാരണം എന്താണ്? ഇനി എല്ലാം എങ്ങനെയാണ് കലാശിക്കാൻ പോകുന്നത്? ശരി സുഹൃത്തെ, കഥ ഇതാണ്. ഞങ്ങൾ ആ ചെന്നായയ്ക്ക് ബെർസി എന്നാണ് പേരിട്ടിരുന്നത്. 4 കൊല്ലം മുമ്പ് നോർവേയിൽ നിന്നും വാങ്ങി. അവൻ യാതൊരു കുഴപ്പങ്ങളുമില്ലാത്തൊരു ജീവിയായിരുന്നു. ഒരിക്കലും മറ്റു മൃഗങ്ങളുടെ കൂട്ടത്തിൽ പെരുമാറില്ല. പക്ഷെ പെണ്ണുങ്ങളെ പോലെ തന്നെ നിങ്ങൾ ഈ ചെന്നായ്ക്കളെയും ഒരിക്കലും വിശ്വസിക്കരുത്. സർ, നിങ്ങൾ അദ്ദേഹം പറയുന്നത് കാര്യമാക്കരുത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടയ്ക്ക് കടന്നു പറഞ്ഞു. മൃഗങ്ങളുടെ ഇടയിൽ പെരുമാറി ഇദ്ദേഹവും ഒരു ചെന്നായെ പോലെ ആയിരിക്കുന്നു, പക്ഷേ ഉപദ്രവിക്കുകയില്ലെന്ന് മാത്രം. ഇന്നലെ തീറ്റ കൊടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. വിളിയും നിലവിളിയും കേട്ട് ഞാൻ ഓടിയെത്തി. ബെർസി പേയിളകിയ പോലെ ഇരുമ്പ് കമ്പികൾ കടിച്ചു വലിക്കുകയാണ്. പുറത്തു കടക്കണമെന്നാണ് അവൻ്റെ മോഹമെന്ന് തോന്നും. ചുറ്റുപാടും അധികമാരും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ആൾ മാത്രം നോക്കിക്കൊണ്ട് നിന്നിരുന്നു. കൂർത്ത താടിയും നീണ്ടു വളഞ്ഞു മൂക്കുമുള്ള ഉയർന്നു മെലിഞ്ഞ ഒരാൾ. താടിയിൽ ചില വെള്ളരോമങ്ങൾ ഉണ്ടായിരുന്നു. തീരെ പരിഭ്രമമില്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അയാൾ. ആ കണ്ണുകൾ ചുവന്ന് തിളങ്ങിയിരുന്നു. എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ വെറുപ്പാണ് തോന്നിയത്. കാരണം ചെന്നായ്ക്കൾ ബഹളം കൂട്ടുന്നത് അയാളെ കണ്ടിട്ടാണെന്ന് തോന്നി. അയാൾ കൈകളിൽ വെളുത്ത ഗ്ലൗസ് ഇട്ടിരുന്നു. ചെന്നായ്ക്കളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, സർ, ഈ ചെന്നായ്ക്കൾ എന്തോ കണ്ട് പരിഭ്രമിച്ചതുപോലെയുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ കണ്ടിട്ട് തന്നെയാവും, ഞാൻ പറഞ്ഞു. അയാളുടെ സ്വരം എനിക്കത്ര പിടിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ അയാൾ ക്രുദ്ധനായില്ല, നേരെ മറിച്ച് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. ആ വായിൽ നിറയെ വെളുത്തു കൂർത്ത പല്ലുകളാണ്. ഓ ഇല്ല, അവയെന്നെ ഇഷ്ടപ്പെടുകയില്ല, അയാൾ പറഞ്ഞു. ഓ ഉവ്, ഇഷ്ടപ്പെടും, അയാളെ അനുകരിച്ചുകൊണ്ട് ഞാൻ പ്രതിവചിച്ചു. അവയ്ക്ക് പ്രാതലിന് പല്ലിൻ്റെ തരിപ്പ് തീർക്കാൻ ഓരോ എല്ലിൻ കഷ്ണം കിട്ടുന്നത് വരെ വളരെ തൃപ്തിയായിരിക്കും. അത് നിങ്ങളുടെ പക്കൽ ധാരാളമുണ്ടല്ലോ. ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ മൃഗങ്ങളൊക്കെ അതാതിടങ്ങളിൽ കിടന്നു. ഞാൻ ബെർസിയെ സമീപിച്ച് അവൻ്റെ ചെവി പിടിച്ചു വലിച്ചു. അവൻ യാതൊരു വിസമ്മതവും പ്രകടിപ്പിച്ചില്ല. ആ മനുഷ്യനും തിരികെ വന്നു നിന്ന് ചെന്നായയുടെ ചെവി പിടിച്ചു വലിച്ചു. ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞു. ബെർസി ശുണ്ടിക്കാരനാണ്. സാരമില്ല, അയാൾ പറയുകയാണ്. എനിക്കവയെ പരിചയമുണ്ട്. ഓ, നിങ്ങൾ ചെന്നായ വ്യാപാരിയാണോ? ഞാൻ ചോദിച്ചു. അല്ല, അയാൾ പറഞ്ഞു. കച്ചവടക്കാരനല്ല, പക്ഷേ ഞാൻ കുറേ എണ്ണത്തിനെ പോറ്റി വരുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് ഒരു പ്രഭുവിൻ്റെ അന്തസ്സോടെ അയാൾ നടന്നുപോയി. അയാൾ പോയി കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ബെർസി നോക്കിക്കൊണ്ടു നിന്നു. അതിനുശേഷം പോയി കിടന്നു. അന്ന് മുഴുവനും അവൻ പിന്നീട് എഴുന്നേറ്റിട്ടില്ല. ഇന്നലെ രാത്രി ചന്ദ്രൻ ഉദിച്ചുയർന്നപ്പോൾ ഇവിടെയുള്ള ചെന്നായ്ക്കളെല്ലാം ചേർന്ന് ഓരിയിടാൻ തുടങ്ങി. അങ്ങനെ ഓരിയിടാൻ വ്യക്തമായ ഒരു കാരണവും കണ്ടില്ല. അടുത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അകലെ എവിടെയോ ആരോ ഒരാൾ തൻ്റെ നായയെ വിളിക്കുന്നുണ്ടായിരുന്നു. 1-2 തവണ ഞാൻ പുറത്തിറങ്ങിപ്പോയി നോക്കി. എന്നെ കണ്ടപ്പോൾ ചെന്നായ്ക്കൾ ഓരിയിടുന്നത് നിർത്തി. 12 മണിക്ക് തൊട്ടു മുമ്പ് ഞാൻ വീണ്ടും പതിവ് പോലെ ഒരിക്കൽ കൂടി ആകെ ഒന്ന് നടന്നു നോക്കി. ബെർസി കിടന്നിരുന്ന കൂടിൻ്റെ എതിരിൽ വന്നപ്പോൾ അതിൻ്റെ ഇരുമ്പഴികൾ മുറിഞ്ഞ് പറഞ്ഞു പോയിരുന്നതായി കാണപ്പെട്ടു. കൂടൊഴിഞ്ഞു കിടന്നു. ഇത്രയേ എനിക്കറിഞ്ഞുകൂടൂ. വേറെ ആരെയെങ്കിലും എന്തെങ്കിലും കാണുകയുണ്ടായോ? ഞങ്ങളുടെ തോട്ടക്കാരിൽ ഒരാൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ തോട്ടത്തിൻ്റെ പടിവാതിലിനരികെ വെച്ച് ഒരു നായയെ കണ്ടു അത്രേ. ചാരനിറത്തിലുള്ളൊരു കൂറ്റൻ നായ. തോട്ടത്തിൻ്റെ ഓരത്തിലൂടെ അത് പുറത്തേക്ക് പോവുകയായിരുന്നു. പക്ഷെ ഞാനതിനത്ര പ്രാധാന്യം നൽകുന്നില്ല. അപ്പോൾ ചെന്നായ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് താങ്കളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഇതാണ്. ആ ചെന്നായ പുറത്തു ചാടി രക്ഷപ്പെട്ടു. കാരണം അവന് രക്ഷപ്പെടണമെന്ന് തോന്നി, അത്ര തന്നെ. അദ്ദേഹവും ഭാര്യയും ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പക്ഷേ എനിക്കെന്തോ അതിൽ പങ്കുചേരാൻ കഴിഞ്ഞില്ല. തെല്ലു നേരത്തിന് ശേഷം അദ്ദേഹം തുടർന്നു. എൻ്റെ അഭിപ്രായം ഇതാണ്. ആ തോട്ടക്കാരൻ പറഞ്ഞു, അയാൾ കണ്ടപ്പോൾ അത് ഒരു കുതിരയേക്കാളും വേഗത്തിൽ നേരെ വടക്കോട്ട് കുതിച്ചു പായുകയായിരുന്നു അത്രേ. പക്ഷേ ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല. കാരണം ചെന്നായ്ക്കൾ ഒരു നായയേക്കാൾ വേഗത്തിൽ ഓടുകയില്ല. യഥാർത്ഥത്തിൽ ചെന്നായ ഒരു നല്ല നായോളം പോലും സൂത്രശാലിയല്ല. ബെർസി തീരെ മന്ദനാണ്. അവനിപ്പോൾ തെരുവിൻ്റെ ഏതെങ്കിലും മൂലയിൽ വിറച്ചുകൊണ്ട് നിൽപ്പുണ്ടാവും. എവിടെ നിന്നാണ് തനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുക എന്നറിയാതെ മിഴിക്കുകയാകും. ഇനി അവൻ വിശപ്പു സഹിക്കാതെ വഴിയിൽ കണ്ട ആരെയെങ്കിലും പിടിച്ചു തിന്നുവെന്നും വരാം. ഞാൻ എണീക്കാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോൾ ജനലിനരികിൽ എന്തോ ഇളകുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ മുഖം ആശ്ചര്യം കൊണ്ട് വിടർന്നു. ഹോ, എൻ്റെ ഈശ്വരകാരുണ്യം, അദ്ദേഹം പറഞ്ഞു.
നമ്മുടെ ബർസി സ്വയം തിരിച്ചു വന്നിരിക്കുകയല്ലേ? അയാൾ നേരെ ചെന്ന് വാതിൽ തുറന്നു. എനിക്കത് രുചിച്ചില്ല. കാട്ടുജന്തുക്കൾ മനുഷ്യനെ കണ്ടാൽ വെറുതെ ഇരിക്കുകയില്ലല്ലോ. പക്ഷേ ചിരകാല പരിചയം പോലെ മറ്റൊന്നുമില്ലല്ലോ. ഞാൻ ഒരു നായയോട് പെരുമാറുന്നത് പോലെയാണ് ആ ഉദ്യോഗസ്ഥനും ഭാര്യയും ചെന്നായോട് പെരുമാറുന്നത്. ആ ജന്തു ഏറ്റവും അധികം ഇണക്കമുള്ളതായി കാണപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസമായി ലണ്ടൻ നഗരത്തെ ആകെ സ്തംഭിപ്പിച്ചു കളഞ്ഞതാണ് ഈ ചെന്നായ. കുട്ടികളൊക്കെ ഞെട്ടിവിറക്കുകയായിരുന്നു. അത് തിരികെ വന്നപ്പോൾ ഒരു മുടിയനായ പുത്രനെ പോലെ ഏറ്റവും അധികം വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി ഓമനിക്കപ്പെടുകയാണ്. ആ ഉദ്യോഗസ്ഥൻ അതിനെ നിഷ്കർഷം അംഗപ്രത്യംഗം പരിശോധിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഈ മന്ദശാരി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാ ഇവൻ്റെ തലയിലാകെ മുറിവുകളാണ്, നിറയെ കുപ്പിച്ചില്ലുകളും. ഏതെങ്കിലും വലിയ മതിൽ ചാടി കടന്നിട്ടുണ്ടാകും. മതിലുകളിൽ കുപ്പിക്കഷ്ണങ്ങൾ തറച്ചു വെക്കാൻ ആൾക്കാരെ അനുവദിക്കുന്നത് തികച്ചും അസംബന്ധം തന്നെയാണ്. അദ്ദേഹം ചെന്നായിയെ കൂട്ടിലാക്കി വാതിലടച്ചു പൂട്ടി. ഒരു ഇറച്ചി കഷ്ണവും ഇട്ടുകൊടുത്തു. നേരെ വിവരമറിയിക്കാനായി പോവുകയും ചെയ്തു. ഞാനും തിരിച്ചു പോന്നു.